അമ്മയുടെ പ്രസാദം കൂടി പങ്കെടുക്കുവാൻ രീതിയിൽ എത്തിച്ചേരണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രഭാത ഭക്ഷണം അമ്മയ്ക്ക് സമർപ്പിച്ചത് ശ്രീ രവിചന്ദ്രൻ. പന്തല് പറഞ്ഞു പോയല്ലോ കേട്ടോ, പന്തല് പറഞ്ഞു പോയല്ലോ. ഉടനെ തന്നെ ശ്രീ ശ്രീകുമാർ മരുത്താവട്ടം ചേർത്തലയുടെ ആധ്യാത്മിക പ്രഭാഷണം ആരംഭിക്കുന്നതാണ്. ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീ ശ്രീകുമാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. പടം പിടിക്കുക. വന്ദേ ഗുരുപരമ്പരാ. ഭക്തജനങ്ങളെ, ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, ഈഴമ്പാക്കൽക്കാവ് ദേവീ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ഞങ്ങൾക്കിവിടെ ഭാഗവതാഞ്ജലി നടത്തുവാൻ ഒരു ഭാഗ്യമുണ്ടായി. അതിലേക്ക് എന്നെ ക്ഷണിച്ച മധുചേട്ടൻ പറയുകയുണ്ടായി, മധ്യാഹ്ന സമയം ഒരു ആധ്യാത്മിക പ്രഭാഷണം ചെയ്യുവാനുള്ള അവസരവും കൂടിയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചതല്ല, ഒരു ആധ്യാത്മിക പ്രഭാഷണം. സാധാരണയായി നമ്മൾ ഈ ആധ്യാത്മിക പ്രഭാഷണം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു മനസ്സിലൊരു മടുപ്പാണ്. ഈ ആധ്യാത്മികം എന്ത് കേൾക്കാന്? അമ്പലത്തിൽ വരണം, ഒന്ന് തൊഴണം, പോകണം. പക്ഷെ എന്താണ് ആധ്യാത്മികത? നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആധ്യാത്മികത. അപ്പോൾ സാധാരണമായി നമ്മുടെ എല്ലാം ഒരു ധാരണ, ഈ ആധ്യാത്മികത എവിടെയാണ് തുടങ്ങേണ്ടത്? അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ചിന്ത വരുന്നുണ്ട്. കുറച്ച് പ്രായമൊക്കെ ആയി, മുടിയൊക്കെ ഒന്ന് നരച്ച്, ഇല്ലെങ്കിൽ കാവിയൊക്കെ ഉടുത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒറ്റത്തിരുന്ന് ധ്യാനിക്കുന്ന ആളുകൾക്കാണ് ഈ ആധ്യാത്മികത അല്ലെ വേണം എന്നാണ് നമ്മുടെയൊക്കെ ഇന്നത്തെ ഗതിയില് സാധാരണയായി എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചിന്താഗതി. എന്തിനാണ് ഈ ആധ്യാത്മികത? ഈ ആധ്യാത്മികത എന്നാല് ആത്മാനം അധികൃത്യ ഇതി ആത്മാനം. എന്താണ് പറയുന്നത്? ഇപ്പോൾ വേദാന്തത്തിന്റെ അവസാന വാക്കായ ഉപനിഷത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആത്മാവ ഹരേ ശ്രോതവ്യഃ ദൃഷ്ടവ്യഃ മന്ദസ്തിവ്യഃ ഇതിതാസ്ഥിതവ്യഃ. അതായത് ഈ ആത്മാവിനെ നിങ്ങൾ കേൾക്കൂ, കാണൂ, ചിന്തിക്കൂ, മനനം ചെയ്യൂ. അപ്പോൾ
ഈ സംസ്കൃതത്തിലൊക്കെ നമുക്ക് ഈ ആത്മാവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരതി ശോകം ആത്മവിത്ത്. എന്താണ് നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ശോകം? ഇത് ആത്മാനം വേദ്യ ഇത് ആത്മവിത്ത്. അതായത് നമ്മുടെ ആത്മാവിനെ ഏതൊരാളാണോ അറിയുന്നത് അവർ ആത്മവിത്ത്. ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഈ പ്രഭാഷണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ പ്രഭാഷണവും നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഇവിടെ ഇരുന്ന് പ്രഭാഷണം ചെയ്യുന്ന ഞാൻ, ഈ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥൂല ശരീരം, അതാണോ ഞാൻ? അപ്പോൾ ഞാൻ ആരാണ് എന്നറിയുവാൻ ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ഹൂ ആർ യു? നീ ആരാണ്? അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നീ ആരാണ്? അപ്പോൾ ആ ചോദ്യമാണ്, ഈ ശരീരമല്ല ഞാൻ, പിന്നെ ആരാണ് ഞാൻ? ഈ എന്നിലുള്ള ഈ ചൈതന്യമാണ് ഞാൻ. അല്ലേ? നമ്മുടെയൊക്കെ വിചാരം ഈ ശരീരമെന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് ഈ ശരീരത്തിനെ കൊളുപ്പിച്ച് നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല ക്രീമൊക്കെ ഇട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് നമ്മൾ ഈ ശരീരത്തിനെ കൊണ്ടു നടക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ ആരെയും ശുദ്ധമാക്കണം? ഞാനെന്ന് പറയുന്ന എന്റെ ഈ ആത്മാവിനെ കൂടി നമ്മൾ ശുദ്ധീകരിക്കണം. അപ്പോൾ ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം നമുക്ക് ദുഃഖങ്ങളുണ്ട്. അതാണ് തരതി ശോകം ആത്മവിത്ത്. അല്ലെ? ഈ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും ദുഃഖങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. പക്ഷെ ഈ ദുഃഖങ്ങളെ ഒക്കെ ഈ ലോകത്തിലെ ആർക്കും ആരുടെയും ദുഃഖങ്ങളെ തീർക്കാൻ പറ്റുകയില്ല. പിന്നെ അതിനെയൊക്കെ നമുക്ക് അതിക്രമിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സത്യത്തില് ഈ ആത്മാവ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഭഗവത്ഗീതയില് ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. അതായത് ഭഗവത്ഗീതയിലെ ആ യുദ്ധഭൂമിയില് കൗരവരും പാണ്ഡവരും എല്ലാവരും ആ യുദ്ധഭൂമിയിൽ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുമ്പോൾ അർജുനൻ ആ യുദ്ധക്കളത്തിൽ വന്നിട്ട് ഭഗവാനോട് പറയുന്നു, ഭഗവാനെ, എന്നെ ആ യുദ്ധക്കളത്തിന്റെ മധ്യത്തിൽ കൊണ്ടു നിർത്തൂ. എന്തിനാ? എനിക്ക് നമ്മുടെ ശത്രു സൈന്യത്തിന്റെ അവരുടെ എത്രയ്ക്കും അവർക്ക് ശക്തിയുണ്ട്, അവരാരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവർ നമുക്കെതിരായിട്ടുള്ള ആ സന്നാഹങ്ങൾ രൂപീകരിച്ച്, ഇതൊക്കെ കാണണമെന്ന് കരുതി അർജുനൻ അങ്ങനെ ആ യുദ്ധക്കളത്തിന്റെ നടുവിൽ കൊണ്ട് ആ തേരിനെ നിർത്താൻ പറയുമ്പോൾ അവിടെ അർജുനൻ തളരുകയാണ്. അപ്പൊ ഈ തളരുന്ന അർജുനനെ അതിൽ നിന്നും ഉയർത്തുന്ന കൃഷ്ണനെയാണ് നമ്മൾ ഭഗവത്ഗീതയിൽ കാണുന്നത്. അവിടെ ഈ ഭഗവത്ഗീതയിൽ ആത്മാവിനെ കുറിച്ച് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു ഒരു ശ്ലോകം. എന്താണ്? ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാംഖ്യ യോഗത്തിലെ 23-ാമത്തെ ശ്ലോകമാണ്. എന്ത് പറയുന്നു? നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുതഃ. ഇതിന്റെ അർത്ഥം എന്താണ്? അർജുനനോട് കൃഷ്ണൻ പറയുകയാണ്, അർജുന, ഈ മനസ്സിനെ, കൃഷ്ണൻ അവിടെ അർജുനൻ എന്താ പറയുന്നത്? എന്റെ ഗുരുക്കന്മാരെ, എന്റെ സ്വന്തക്കാരെ, എന്റെ ബന്ധുക്കളെ എല്ലാവരെയും കൊന്നിട്ട് വേണമോ എനിക്ക് എന്റെ രാജ്യം നേടാൻ? അതുകൊണ്ട് എന്നെ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഈ ഉപദേശം ഭഗവാൻ കൊടുക്കുന്നത്. അർജുന, അവിടെ നിൽക്കുന്ന ആരും മരിക്കപ്പെടുന്നില്ല. ഈ ആത്മാവിനെ നൈനം ചിന്തന്തി ശസ്ത്രാണി, ഈ ആത്മാവിനെ ശസ്ത്രങ്ങൾ മുറിക്കുന്നില്ല. പിന്നെയോ നൈനം ദഹതി പാവക, ഈ ആത്മാവിനെ അഗ്നി ദഹിപ്പിക്കുന്നില്ല. ന ചൈനം ക്ലേദയന്ത്യാവോ, ഈ ആത്മാവിനെ വെള്ളം നനയ്ക്കുന്നില്ല. ന ശോഷയതി മാരുതഃ. എന്താ പറയുന്നത്? ഈ ആത്മാവിനെ അഗ്നി ജ്വലിപ്പിക്കുന്നുമില്ല, വെള്ളം നനയ്ക്കുന്നുമില്ല, വായു ഉണക്കുന്നുമില്ല. അപ്പോൾ ഈ ആത്മാവിനെ കുറിച്ച് അവിടെ അർജുനനെ ഉപദേശിച്ചങ്ങനെ
ആ അർജുനന്റെ ആ തളരുന്ന മനസ്സിനെ ഉയർത്തുകയാണ് ഭഗവാൻ, അല്ലെ? അപ്പോൾ നമ്മളെല്ലാവരും ഭഗവത്ഗീത പഠിക്കുന്നവർക്കെല്ലാം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വരുന്ന എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ സാധാരണഗതിയില് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ ഒരു ആത്മഹത്യയുടെ കണക്കങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 100 ആത്മഹത്യകൾ നടക്കുമ്പോൾ അതിൽ 95% ആത്മഹത്യ ചെയ്യുന്നത് ഹിന്ദുവായിട്ടുള്ള ആളുകളാണ്. എന്താ കാര്യം? നമുക്ക് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഈ സംസ്കാരങ്ങളെ പകർത്തുവാൻ, നമ്മുടെ ഈ വേദാന്താദികളെ പറ്റി പഠിപ്പിക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ ഇന്ന് ആരുമില്ല. അപ്പോൾ 95% ഹിന്ദു ആത്മഹത്യ ചെയ്യുമ്പോൾ 4% ക്രിസ്ത്യാനി, 1% മാത്രം മുസ്ലിം. ജാതിയെ പറയില്ല, അവർക്ക് അവരുടെ സംസ്കാരം പകർന്നു കൊടുക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ നമുക്കോ ഒരു ആധ്യാത്മിക പ്രഭാഷണം പറയാം എന്ന് കരുതിയാൽ കൂടി നമ്മൾ കേൾക്കുവാൻ എത്ര പേര് ശ്രമിക്കുന്നുണ്ട്? ഇതിനു മുമ്പ് പ്രഹ്ലാദ സ്തുതിയിൽ പറ്റി നമ്മൾ ഇവിടെ കുറച്ചു നേരം പറഞ്ഞായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ആ സ്വഭാവം രൂപീകരണം നടക്കുന്നത് അമ്മ ഗർഭത്തിൽ കുഞ്ഞിനെ സ്വീകരിക്കുന്ന കാലം തൊട്ട് തുടങ്ങി. ആ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതായിരിക്കാം ആ കുഞ്ഞിന്റെ സ്വഭാവം വരുന്നത്, അല്ലെ? അപ്പോൾ ഇന്ന് നമ്മളുടെയൊക്കെ മൂല്യച്യുതി നമുക്ക് എവിടെയാണ് വന്നിരിക്കുന്നത്? നമ്മൾ ഇത്രയും പേരിവിടെ ഒത്തുകൂടി ഇരിപ്പുണ്ട്. ഇന്ന് അമ്മയുടെ പ്രതിഷ്ഠാ വാർഷിക ദിനമാണ്. അതിന് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്, അല്ലെ? നമ്മളെല്ലാം സനാതന വിശ്വാസികളാണ്, അല്ലെ? ഹിന്ദു എന്ന് പറയാൻ നമ്മൾ സനാതന വിശ്വാസികളാണ്. എന്താണ് ഈ സനാതന ധർമ്മ വിശ്വാസത്തിന്റെ അടിസ്ഥാനം? ഇന്ന് നമ്മളിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കുറവെന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മുടെ സംസ്കാരത്തെ പറ്റിയുള്ള നമ്മുടെ അറിവ് കുറയുന്നുണ്ട്. ഈ കുറവ് അതേ സെമറ്റിക് റിലീജിയനുള്ള നമ്മുടെ കുട്ടികളുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികളോട് അവർക്ക് ഒരു ബൈബിളും ഒരു ജീസസും ഉള്ളപ്പോൾ ആ ബൈബിളിന്റെ ഓരോ അക്കങ്ങളും എണ്ണി അവരോട് ചോദിച്ചാൽ അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതേ കൂട്ട് മറ്റുള്ള എല്ലാവർക്കും. പക്ഷേ നമ്മൾ ഈ കൂടിയിരിക്കുന്ന ഇത്രയും നമ്മൾ സനാതന വിശ്വാസികളായ നമ്മളോട് നമ്മൾ എപ്പോഴും കൂടുതൽ ഈ മറ്റു ജാതികൾ മറ്റിതിലോട്ടൊക്കെ കൺവെർട്ടായി പോകുന്നതിന്റെ കാരണം എന്താ? നമ്മുടെ കുട്ടികളോട് അവര് തന്നെ ഇങ്ങോട്ട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം? അവർ പറയും, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളല്ലേ? എന്താണ് നിങ്ങളുടെ ബഹുദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഒരു മറുപടി പറഞ്ഞു കൊടുക്കുവാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ മുതിർന്നവർക്കും കുട്ടികൾക്കും ആർക്കും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ കല്ലിനെ പൂജിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ബഹുദൈവങ്ങളെ ആരാധന ചെയ്യുന്നു? എന്താണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഋഷിവര്യന്മാർ 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വേദാന്താദികളിലെല്ലാം ഇതിനെക്കുറിച്ച് സ്പഷ്ടമായി നമുക്ക് മറുപടി പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ എങ്ങനെ ബോധിപ്പിക്കണം? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പറയും നമ്മൾ ബഹുദൈവ വിശ്വാസികളാണ്. എത്ര ദൈവങ്ങളെയാണ് നമ്മൾ പൂജിക്കുന്നത്? പറയാമോ ആർക്കെങ്കിലും? നമ്മുടെ അടിസ്ഥാനത്തില് നമ്മുടെ സനാതന ധർമ്മത്തിൽ നമുക്ക് എത്ര ദൈവങ്ങളുണ്ട്? അല്ല, നമ്മൾ പറയും നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ട്. പറയത്തില്ലേ? എത്ര ദൈവമുള്ളത് നമുക്ക്? 33 കോടി ദൈവങ്ങളുണ്ട്. ഈ 33 കോടി ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിന് എന്തടിസ്ഥാനം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? അതിന് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് വ്യക്തമായ ശ്ലോകത്തിലൂടെ ആകാശേ പതിതം തോയം
യഥാ ഗച്ഛതി സാഗരേ സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. പറഞ്ഞ ഒന്ന് തന്നെ, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽപദമിണ്ടാവതല്ല മമ. ഇവിടെ എന്ത് പറഞ്ഞു തന്നു? ആകാശേ പതിതം തോയം, ഈ ആകാശത്തിൽ നിന്നും പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ, ഓരോരോ തുള്ളികൾ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ തുള്ളികളായിട്ട് വീഴുമ്പോൾ അങ്ങനെ പല തുള്ളികൾ ചേർന്നൊരു ചാലായി, ഒരു അരുവിയായി, ഒരു തോടായി, ഒരു നദിയായി, അങ്ങനെ പല 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 നദികളുടെ പേരിൽ പല പല നദികൾ ഇങ്ങനെ നദികളിൽ കൂടി ആ ജലം ഒഴുകി ഒഴുകി അവസാനം എവിടെ പോയി ചേരും? കടലിൽ. അതാണ് ആ ഒരേ ഒരു പരബ്രഹ്മമാണ് നമ്മുടെ. അത് സർവവിഘ്നങ്ങളും അകറ്റുന്ന വിഘ്നേശ്വരനായും നമ്മുടെ എല്ലാം വിദ്യ നൽകുന്ന സരസ്വതി ദേവിയായും ഷൺമുഖനായും അയ്യപ്പനായും ബ്രഹ്മാവിഷ്ണു മഹേശ്വരനായും നമ്മളെ അനുഗ്രഹിക്കുന്ന ആ ബ്രഹ്മം ഒന്ന്. ആരാണ് ഭഗവാൻ? ഭഗവാൻ എന്നാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നവനാരോ അത് ഭഗവാൻ. ആ ഭഗവാൻ നമ്മൾ പറയുന്ന ആ ഒരു ബ്രഹ്മം, പരബ്രഹ്മം, ആ ഒരു ബ്രഹ്മാ വിഷ്ണു മഹേശ്വരൻ എന്ന ത്രിമൂർത്തി സങ്കല്പം നമ്മൾ പറയുമ്പോൾ ആ ഒരേ ഒരു വിരാട് പുരുഷൻ, ആ ഒരേ ഒരു പരബ്രഹ്മം, ആ പരബ്രഹ്മത്തിന്റെ സാത്വിക ഭാവത്തിൽ ആ ഭഗവാൻ ഇരിക്കുമ്പോൾ ആ വിഷ്ണു, ആ ഭഗവാൻ ആരായി? വിഷ്ണുവായി. ആ ഭഗവാൻ സൃഷ്ടികർമ്മങ്ങളെല്ലാം ആരംഭിച്ച് രജോ ഗുണത്തിലിരിക്കുമ്പോൾ ആ ഭഗവാൻ ആരായി? ബ്രഹ്മാവായി. ഈ സംഹാരം നടത്തുമ്പോൾ സാത്വിക രാജസ താമസ ഗുണത്തോടുകൂടിയിരിക്കുമ്പോൾ, താമസ ഗുണത്തിലല്ലേ സംഹാരം വരുന്നത്? അപ്പോൾ ആ ഭഗവാൻ ആരായി? ആരായി? പരമശിവൻ. അതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പം. 33 ദൈവങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ ആചാര്യന്മാർ അത് ഭംഗിയായി പറയുന്നുണ്ട്. 33 ഒന്നും നമ്മുടെ ദൈവങ്ങളില്ല. പിന്നെയോ അത് നമ്മുടെ ഈ സംസ്കാരങ്ങളെയും വേദവേദാന്തങ്ങളെയും നശിപ്പിച്ച് നമ്മുടെ മുഗൾ സാമ്രാജ്യങ്ങളും ബ്രിട്ടീഷ് സാമ്രാജ്യങ്ങളെല്ലാം ഇവിടെ വന്നു പോയപ്പോൾ നമ്മുടെ നളന്ദ സർവകലാശാലയും തക്ഷശില അങ്ങനെയുള്ള സർവകലാശാലകളെല്ലാം കത്തിച്ച് നശിപ്പിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ വേദാന്താദികളെല്ലാം യൂറോപ്യന്മാർ അവിടെ കൊണ്ട് അതിനെ ഡബിങ് ചെയ്തു, കൺവെർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ തന്നെ പണ്ഡിതന്മാരെ ഇരുത്തി എഴുതിക്കുമ്പോൾ കോടി എന്ന് കോടിക്ക് ഇംഗ്ലീഷിൽ കരോഡ് എന്ന് അർത്ഥം വന്നപ്പോൾ അതിനെ അവര് കരോടാക്കി. ഹിന്ദിയിൽ പറയുമ്പോൾ 33 കരോഡ്, 33 കോടി. ആ കോടി എന്ന് പറയുമ്പോൾ സംസ്കൃത ഭാഷയില് ഒരു വാക്കിനർത്ഥം പല പല അർത്ഥങ്ങൾ വരും. അപ്പോൾ കോടി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥം നമുക്ക് സങ്കല്പിച്ചു തരുന്നത്? ഭാവം. 33 ഭാവത്തിലാണ് നമ്മൾ സനാതനികൾ ഭഗവാനെ ദർശിക്കുന്നതെന്നേ പറയുന്നുള്ളൂ. ഓക്കെ, അത് നമ്മുടെ ദൈവസങ്കല്പത്തിലോട്ട് പോയി. എന്തുകൊണ്ട് വിഗ്രഹത്തെ, കല്ലിനെ പൂജിക്കുന്നു? എന്താണ് ക്ഷേത്രം? അതൊക്കെ നമുക്ക് പുറകെ വരാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ആ ഋഷീശ്വരന്മാർ നമുക്ക് നിറയെ വേദാന്താദികൾ ആ പഴയകാലം 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പകർന്നു തന്നിരുന്നു, ഇല്ലേ? അപ്പോൾ ആദ്യത്തെ സൃഷ്ടി ഉണ്ടാകുന്ന ആദിനാരായണനിൽ നിന്നും ആദ്യത്തെ സൃഷ്ടി ഉണ്ടാകുന്ന ബ്രഹ്മദേവൻ, ആദിനാരായണന്റെ നാഭി പങ്കജങ്ങളിൽ നിന്നും വിരിയുന്ന ആ താമരയിൽ സൃഷ്ടി ഉണ്ടാകുന്ന ബ്രഹ്മദേവൻ, ആ ബ്രഹ്മദേവന് സൃഷ്ടിയുടെ അധികാരം ആ പരബ്രഹ്മം കൊടുക്കുമ്പോൾ ആദ്യ സൃഷ്ടികളിൽ ഉണ്ടാകുന്ന സനകാദി ഋഷീശ്വരന്മാർ ഭാഗവതം പറഞ്ഞു തരും. കുമാരന്മാരായ 4-5 വയസ്സുള്ള പൈതങ്ങളെ പോലെയുള്ള സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരാഖ്യൻ എന്ന് 4 കുമാരന്മാർ. ഈ 4 കുമാരൻ, സനകാദി ഋഷീശ്വരന്മാരാണ് വേദമെന്ന് പറഞ്ഞാൽ അറിവാണ്, അല്ലേ? ആ അറിവിനെ
അതാരും എഴുതിയതല്ല, അത് സൃഷ്ടിയുണ്ടായതാണ്. ആര് സൃഷ്ടിച്ചു? സനകാദി ഋഷീശ്വരന്മാർ 4 വേദത്തെ സൃഷ്ടിച്ചു. ഏതൊക്കെയാണ് ആ വേദങ്ങൾ? നമ്മളിൽ ആർക്കത് പറയാൻ സാധിക്കും? നമുക്ക് സനാതന ധർമ്മത്തിൽ നമുക്ക് എത്ര വേദങ്ങളുണ്ട്? എത്ര വേദങ്ങളുണ്ട് മക്കളെ? അറിയുവോ? ഇല്ല. 4 വേദങ്ങളുണ്ട് കേട്ടോ. ഈ 4 വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ആ കൃഷ്ണദ്വൈപായനൻ എന്നു പേരുള്ള ആ ഋഷീശ്വരൻ ഈ സനകാദികൾ സൃഷ്ടിച്ച വേദത്തെ വ്യസിച്ചപ്പോൾ, ആ വേദത്തെ വ്യസിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തു പേര് കിട്ടി? വേദവ്യാസൻ. അല്ലേ? സത്യവതിക്കും പരാശര മഹർഷിക്കും ജന്മമെടുക്കുന്ന ദ്വീപിൽ ജനിക്കുന്ന ആ കൃഷ്ണദ്വൈപായനൻ ഈ സനകാദികൾ സൃഷ്ടിച്ച വേദത്തെ വ്യസിച്ചപ്പോൾ പേരെന്ത് വന്നു? വേദവ്യാസൻ. ആ വേദവ്യാസൻ ഈ വേദത്തെ വ്യസിച്ചു. ഓരോന്നും അതിന്റെ ഇതായിട്ട് അതിനെ വ്യസിച്ചു വെച്ചു. അപ്പോൾ അതില് ഋഗ്വേദം. ഈ ഋഗ്വേദം നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? ഋഗ്വേദം നമുക്ക് പറഞ്ഞു തരുന്നു മന്ത്രങ്ങളുടെ മഹത്വത്തെ പറ്റിയാണ് ഋഗ്വേദം പറഞ്ഞു തരുന്നത്. എന്താണ് മന്ത്രം? മനനാൽ ത്രായതേ ഇതി മന്ത്രഃ. അല്ലേ? നമ്മൾ ആ മന്ത്രത്തിലെ മന്ത്രങ്ങളുടെ മാതാവായ ഒരു മന്ത്രമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഞാനൊന്ന് ചൊല്ലിയാൽ എന്റെ കൂടെ ഒന്ന് ചൊല്ലാൻ തയ്യാറാകുമോ? ഞാൻ ചൊല്ലുമ്പോൾ എന്റെ കൂടെ ഒന്ന് ചൊല്ലി നോക്കും. മന്ത്രങ്ങളുടെ മാതാവായ മന്ത്രമാണ് ഗായത്രി മന്ത്രം. ആ മന്ത്രം ഞാൻ ചൊല്ലാം, എന്റെ കൂടെ എല്ലാവരും ഒന്ന് ഏറ്റു ചൊല്ലാൻ ശ്രമിക്കണം. ഓം ഭൂർഭുവർസഹ തത്സവിതോർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഈ ഗായത്രി മന്ത്രം ചൊല്ലുന്നവർക്ക് മോക്ഷം ലഭിക്കും പറയുന്നു. ഗായത്രി മന്ത്രം ചൊല്ലുന്നവർക്ക് എന്ത് കിട്ടുന്നു? മോക്ഷം. അപ്പോൾ നമ്മളെല്ലാവരും ഗായത്രി മന്ത്രം ചൊല്ലണം. എന്താണ് അതിന്റെ അർത്ഥം? ഭൂമി, ആകാശം, സ്വർഗം, ഇതിലെല്ലാം സർവസവിതാവായ ആ സൂര്യ ഭഗവാനെ നീ എനിക്ക് ബുദ്ധിയും ശക്തിയും തെളിയിച്ചു തരണമേ ഭഗവാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? അപ്പോൾ ആ ഗായത്രി മന്ത്രത്തിലൂടെ നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? മന്ത്രങ്ങളുടെ മഹത്വം ചൊല്ലിത്തരുന്നു. ആ ഗായത്രി മന്ത്രം അതുപോലെ മന്ത്രങ്ങൾ ഓരോന്നും എന്തൊക്കെയാണ് അതിന്റെ അടിസ്ഥാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വേദത്തിലൂടെ പറഞ്ഞു തരുന്നത്. രണ്ടാമത് ഋഗ്വേദം കഴിഞ്ഞാൽ അടുത്തത് യജുർവേദം. യജുർവേദം നമുക്ക് എന്ത് പറഞ്ഞു തരുന്നു? എങ്ങനെ നമ്മൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യണം, എങ്ങനെ നമ്മൾ നാമം ജപിക്കണം, ഇങ്ങനെയുള്ള തത്വങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ബ്രാഹ്മണൻ, ഇപ്പൊ നമ്മളെല്ലാം പറയും ബ്രാഹ്മണൻ, അല്ലേ? ഉടനെ പറയാം അതൊരു ജാതിയ അല്ല. ഇവിടെ നമ്മുടെ ആചാര്യന്മാർ ഭംഗിയായി പറയുന്നുണ്ട്. അതായത് ആരാണ് ബ്രാഹ്മണൻ എന്നുള്ളതിന് നിർവചനം ഇവിടെ ശങ്കരാചാര്യർ ഭാഷ്യത്തിൽ എഴുതി, ബ്രഹ്മജ്ഞാന ഇതി ബ്രാഹ്മണാഹ. ആര് ബ്രഹ്മത്തെ അറിയുന്നോ അവനാണ് ബ്രാഹ്മണൻ. അതിനെ ശങ്കരാചാര്യൻ എഴുതിയതെന്താ? ജന്മദേ ജായതേ ശൂദ്രം സംസ്കാരേണ ദ്വിജോത്തമം. നീ ജന്മം കൊള്ളുന്നത് എവിടെയാണെന്നുള്ളതല്ല, നിന്റെ കർമ്മം എന്താണെന്നുള്ളതാണ് നിന്റെ അതിനുള്ള ഡിഗ്രി. ഒരാള് ഡോക്ടർ ആകണമെങ്കിൽ ചെറിയ ക്ലാസ് എല്ലാം പഠിച്ച് ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് MBBS പാസ്സായി അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കും? ഡോക്ടർ എന്ന് വിളിക്കും. IAS കാരനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെല്ലാം പഠിച്ച് IAS ക്വാളിഫൈഡ് ആയി കഴിയുമ്പോൾ അദ്ദേഹം കളക്ടറായി.
IAS ക്വാളിഫൈഡ് ആയി അല്ലേ? അതേ കൂട്ട് ബ്രഹ്മത്തെ അറിയണം, വേദവേദാന്താദികളെ പറ്റി എല്ലാം പഠിക്കണം. ആരാണ് ബ്രാഹ്മണൻ? ഈ ബ്രഹ്മത്തെ അറിയണം, അറിവാണ്. ഈ അറിവിനെ പകരണം, അറിവിനെ നമ്മുടെ സമൂഹത്തിലോട്ട് പകരണം. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ. ആ അന്ധകാരത്തിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലോട്ട് നയിക്കുന്നവനാകണം ആര്? ബ്രാഹ്മണൻ. അല്ലാതെ ദ്വിജരാണ്, ജനിക്കുമ്പോഴൊന്നും പിന്നെ ബ്രഹ്മജ്ഞാനം എടുത്തു കഴിയുമ്പോൾ അടുത്തത് അതാണ് ദ്വിജൻ. 2 ബ്രഹ്മദേ ജായതേ ശൂദ്രം സംസ്കാരേണ ദ്വിജോത്തമം. ഇതിന് ശങ്കരാചാര്യര് ഇത് എഴുതിയിട്ടുണ്ട്. ശങ്കരാചാര്യർ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സർവജ്ഞ പീഠം നേടിയ ആദി ശങ്കരാചാര്യർ. ശങ്കരാചാര്യർ ജനിച്ചത് എവിടെയാണെന്ന് അറിയുവോ? ഈ ലോകം മുഴുവൻ അറിയുന്ന ശങ്കരാചാര്യർ ജനിച്ചത് നമ്മുടെ കേരളത്തിലാണ്, കാലടിയിലാണ്. ആ ശങ്കരാചാര്യര് തന്റെ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ വരുമ്പോ അവരുടെ മുമ്പിലോട്ട് ഒരു ചണ്ടാളൻ ഇങ്ങനെ ഒരു നായക്കുട്ടിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ അപ്പൊ ശങ്കരാചാര്യർ അവിടെ ബ്രാഹ്മണനാണ്. അവരുടെ കൂടെയുള്ള എല്ലാവരും ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരാള് പോയി ചണ്ടാളനോട് പറയുകയാണ്, ഞങ്ങളുടെ ബ്രാഹ്മണ ശ്രേഷ്ഠൻ വരുന്നു, അങ്ങ് വഴിമാറൂ. ഇത് കേട്ട ഉടനെ ആ ചണ്ടാളൻ നേരെ ശങ്കരാചാര്യരുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, സ്വാമി, എന്റെ ഈ ശരീരം എവിടെ നിന്നാ വന്നത്? എന്റെ ഈ ശരീരം വന്നത് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. അപ്പോൾ എന്റെ ഈ ശരീരത്തിനുള്ളിലുള്ള ആത്മാവ് അതെവിടെ നിന്ന് വന്നു? ഈ ആത്മാവ് ആ ഭഗവത് ചൈതന്യത്തിൽ നിന്നും വന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ശരീരം എവിടെ നിന്ന് വന്നു? ആ പഞ്ചഭൂതത്തിൽ നിന്നല്ലേ? അപ്പോൾ അങ്ങയുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം അതെവിടെ നിന്ന് വന്നു? അതും ആ ഭഗവത് ചൈതന്യമല്ലേ? അപ്പോൾ സ്വാമി അങ്ങ് പറയൂ, ചണ്ടാളനായ എന്റെ ഈ ശരീരം വഴിമാറണമോ, മനസ്സ് വഴിമാറണമോ? ഇത് കേൾക്കുന്ന ശങ്കരാചാര്യർ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ആരുടെ? ചണ്ടാളന്റെ കാൽപാദങ്ങളില്. അവിടെ നിന്നും ആ ശങ്കരാചാര്യർ ഉയർന്നു നോക്കുമ്പോൾ കാണുന്നത് വിശ്വരൂപം കാണിച്ചു നിൽക്കുന്ന ശിവഭഗവാനെയാണ്. ഓരോ അവസ്ഥകളിലും ശങ്കരാചാര്യർക്ക് ദർശനം കൊടുക്കുന്നത് ഭഗവാൻ ശിവന്റെ അവതാരമാണ്. അങ്ങനെ നമ്മുടെ അവതാരങ്ങൾ നിറയുണ്ട്. ശ്രീനാരായണ ഗുരു ശിവഭഗവാന്റെ അവതാരമാണ്. ഈ പ്രപഞ്ചത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നു, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതി അഭ്യുത്ഥാനമധർമ്മസ്യ തദാസ്മാനം സൃജാമ്യഹം. എപ്പോഴെപ്പോൾ ഈ ലോകത്തിൽ അധർമ്മം സംഭവിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ആ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാനായിട്ട് ഭഗവാൻ നാരായണൻ ഭഗവാൻ നാരായണൻ ആരുടെയെങ്കിലും രൂപത്തിൽ എവിടെയെങ്കിലും ജന്മമെടുക്കും. ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തരുന്നു ഇല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഋഗ്വേദം യജുർവേദത്തിൽ എന്തോ പറഞ്ഞു തന്നു. ആരാണ് ബ്രാഹ്മണൻ, എങ്ങനെയാണ് പൂജകൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നാമജപം നടത്തേണ്ടത്, ഇങ്ങനെയുള്ള ബോധങ്ങളെല്ലാം നമുക്ക് ആര് പറഞ്ഞു തരുന്നു? യജുർവേദം. പിന്നെ സാമവേദമുണ്ട്, കലകളാണ്. നമ്മൾ ഈ കാണുന്ന കലകളും എല്ലാം ആ വേദങ്ങളിൽ നിന്നാണ് വരുന്നത്. അഥർവവേദമുണ്ട് ഇല്ലേ? അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതൊക്കെ രചിച്ചത് ആരാണ്? സനകാദികൾ വേദത്തെ രചിച്ചതല്ല, സൃഷ്ടിച്ചു. ഈ സൃഷ്ടിച്ച വേദത്തെ വ്യസിച്ചു വേദവ്യാസൻ അല്ലെ? അത് കഴിഞ്ഞപ്പോൾ കലിയുഗം ആരംഭിച്ചു. കലിയുഗത്തില് പറയുന്നത് 4 യുഗങ്ങളില് ആദ്യത്തെ യുഗം ഏതാണ്? സത്യയുഗം. സത്യയുഗത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ സത്യയുഗത്തില് എല്ലാവരും ദൈവീക ഭാവത്തിലാണുള്ളത്.
അപ്പോൾ അവിടെ അവതാരത്തിന്റെ കാര്യമില്ല. ഉണ്ടോ? എല്ലാവരും സാത്വിക ഭാവമാണ്, ദൈവിക ഭാവമാണ്. അവിടെ ആരും ആരെയും കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ വരുന്നില്ല. അങ്ങനെ ആ സത്യുഗം കഴിഞ്ഞ് ത്രേതായുഗം വരുമ്പോൾ 75% ദൈവിക ഭാവവും 25% ആസുരിക ഭാവവുമായിരുന്നു. നമുക്കറിയാം ആരായിരുന്നു ആസുരിക ഭാവം. രാവണനും കുംഭകർണനും അങ്ങനെയുള്ള അസുരന്മാർ 25%. അത് കഴിയുമ്പോൾ ദ്വാപര യുഗം വരുന്നു, ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നു. അവിടെ 50% ദൈവികവും 50% ആസുരികം. ഇത് കലിയുഗം. ഈ കലിയുഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അമ്മയെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അമ്മ, പരസ്പരം എന്തിനും ഏതിനും വഴക്കിടുന്ന ഒരു സമൂഹത്തെ എന്നും ഇവിടുത്തെ ചാനൽ തുറന്നാൽ ഒരു ന്യൂസ് പേപ്പർ വായിച്ചാൽ വെട്ടും കൊലയും നടക്കാത്ത ഒരു ദിവസമുണ്ടോ? എന്താണ് കാര്യം? കലി അങ്ങനെ കലിയുടെ ആ മൂർധന്യ ഭാവത്തിലെത്തി. ഇതേ വേദവ്യാസൻ പറയുന്നു കലിയുടെ അവസാനത്തിൽ എല്ലാവരും മദ്യപാനവും ഈ ലഹരികളെല്ലാം ഉപയോഗിച്ച് പാഗണ്ഡന്മാരായി. അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ മോനെ കൊല്ലുന്നു. എന്താണ് ഇതൊക്കെ നടക്കുവാനുള്ള കാരണം എന്താ? നമുക്ക് ആധ്യാത്മിക ബോധമില്ല. നമ്മൾ വിചാരിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു ഈ ഇരിക്കുന്ന ഞാനാണ് ഈ ഞാൻ. ഞാനാണോ? ഞാൻ അല്ല. എന്റെ ഉള്ളിൽ എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കുന്ന, ഇവിടെ ഇരിക്കാൻ നമുക്ക് എല്ലാം അനുവദിച്ചു തരുന്ന ആ ഭഗവാന്റെ ചൈതന്യം നമ്മളിൽ ഉള്ളപ്പോഴാണ് നമുക്കിതൊക്കെ പറയാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ഞാൻ തന്നെയാണോ? അല്ല. ആ ഭഗവതി അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ദൈവികമായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ ആ ഭഗവതി നമ്മളെ അനുഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ആ ചൈതന്യം ഉണ്ടാകുന്നത്, അല്ലേ? മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. മൂകനായിട്ടുള്ള ഒരുത്തന്റെ ആഗ്രഹം എന്താണ്? എന്തെങ്കിലുമൊക്കെ ഒത്തിരി മൂകൻ എന്ന് പറഞ്ഞാൽ സംസാരശേഷിയില്ല. ആ മൂകനായ ആളിന്റെ ആഗ്രഹം എനിക്ക് ഒത്തിരി സംസാരിക്കണം. എന്ത് സംസാരിക്കണം? ആരെ പറ്റി സംസാരിക്കണം? ആ ഭഗവാനെ പറ്റി, ആ ഭഗവതിയെ പറ്റി സംസാരിക്കണമെന്ന ആഗ്രഹം വന്നപ്പോൾ ആ ഭഗവാൻ പറഞ്ഞു, നിനക്കൊന്നും അറിയത്തില്ലെങ്കിലും നീ പോയി അവിടെ ഇരുന്നോ. നീ പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ട് പറയിക്കാം. അതേകൂട്ട് പിന്നെ പറയുന്നുണ്ട്, മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. മുടന്തനായുള്ള ആളിന്റെ ആഗ്രഹം എനിക്ക് ഹിമാലയ പർവ്വതം കയറണമെന്നാണ്. സാധാരണ രണ്ടു കാലം വെച്ചിട്ട് നമുക്ക് കയറാൻ സാധിക്കുന്നില്ല. മുടന്തനായ ആളിന്റെ ആഗ്രഹം എനിക്ക് ഈ ഹിമാലയം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ എന്തിനാ ഹിമാലയത്തിൽ വരുന്നേ? എന്നെ കാണാൻ. നിന്നെ ഞാൻ കൊണ്ടുപോകാം, നീ വാ എന്ന് പറഞ്ഞുകൂട്ട് മൂകനായിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നെ ഇവിടെ ഇരുത്തി ഈ പറയിക്കുന്നത് ആരാ? ആ ഭഗവതി, ആ ഭഗവാൻ, അല്ലേ? അപ്പോൾ അങ്ങനെ ദ്വാപര യുഗത്തില് എങ്ങനെ വന്നു? 50-50 ശതമാനമായി. കലിയുഗത്തിൽ അത് 75-25 ഇന്ന് സത്യം, ധർമ്മം, ന്യായം, നീതി ഇതൊന്നിനും വിലയില്ല. ആരധർമ്മികളുണ്ടോ അവരുടെ കൂടെയാണ് 75% ഇരിക്കുന്ന ആൾക്കാരും പോകുന്നത്. ധർമ്മിഷ്ഠന്മാർക്ക് ഇവിടെ കാലമില്ല. ഉണ്ടോ? നമ്മൾ കാണുന്നതല്ലേ? അപ്പോൾ ആ അങ്ങനെയുള്ള കലിയുഗത്തില് നമുക്കിനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്ത്? ആ ഭഗവാനെ മുറുകെ പിടിക്കുക. ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ ഗജേന്ദ്ര സ്തുതിയിൽ പറയും, ധ്രുവകുമാരനെ പറ്റി പറയും, പ്രഹ്ലാദനെ പറ്റിയും. ആ ഭഗവാനെ മുറുകെ പിടിച്ചപ്പോൾ അവർക്കൊക്കെ മോക്ഷത്തിന്റെ പദം നൽകി. നമ്മളുമൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ആ ഭഗവാനെ അമ്പലത്തിൽ വരിക എന്നുള്ളതല്ല, നമ്മൾ നമ്മുടെ മനസ്സിനെ ആദ്യം ശുദ്ധമാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ശരീരം മാത്രം കുളിച്ചാൽ ശുദ്ധമാകുന്നില്ല. ഈ ശരീരം എന്ന് പറയുന്നത് ഒന്ന് കുളിക്കാതിരുന്ന് നോക്കിക്കേ, എത്ര, അല്ലേ? ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. പക്ഷേ നമ്മുടെ ആത്മാവിനെ ഞാനല്ല, ഇതൊന്നും ഞാനല്ല, എന്നെ ഇങ്ങനെയൊക്കെ നടത്തുന്നത് ആ ഭഗവാനാണ്. ആരോടും ദേഷ്യം തോന്നാതെ, ആരോടും വെറുപ്പ് തോന്നിക്കാതെ, അമ്മയെ
അമ്മയെ പ്രായമാകുന്ന മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ അയക്കാത്ത രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാൻ ഈ ആധ്യാത്മിക വഴിയിലോട്ട് വന്നാലേ സാധിക്കൂ. അപ്പോൾ അവിടെ വേദവ്യാസൻ എന്തെടുത്തു? ഈ വേദങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ഫിലോസഫികളാണ്. നമ്മളെ കൂട്ടുള്ള സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ വേദവ്യാസൻ എന്തു ചെയ്തു? ആ വേദത്തെ കുറച്ചുകൂടെ കുറച്ച് കൊണ്ടുവന്നിട്ട് എന്തു ചെയ്തു? അതിനെ ഉപനിഷത്തുക്കളാക്കി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഉപനിഷത്തുക്കളാക്കി കുറച്ച് ചുരുക്കി കൊണ്ടുവന്നപ്പോൾ വേദവ്യാസ ഭഗവാൻ എന്തു ചെയ്യുന്നു? ആ വേദാന്തത്തെ ഉപനിഷത്തുക്കളാക്കി. ഉപനിഷത്ത് മന്ത്രങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയത്തില്ലേ? നമ്മൾ അഹം ബ്രഹ്മാസി ഒരു ഉപനിഷത്ത് മന്ത്രമാണ്. എന്താ? ഈ പ്രപഞ്ചം മുഴുവൻ ആ ബ്രഹ്മം തന്നെയാണ് അഹം. അപ്പോൾ അതെങ്ങനെ മനസ്സിലാകും നമുക്ക്? ഇപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ എങ്ങനെയാ ജനിച്ചത്? നമ്മൾ ഓരോരുത്തരും ജനിച്ചത് എങ്ങനെ? ഈ കുഞ്ഞുമോൻ ജനിച്ചത് എങ്ങനെ? അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കും, നമ്മൾ പറയും ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ ആദ്യം ജനിച്ചത്. ആണോ? ഞാൻ എവിടെ ആദ്യം ജനിച്ചത്? ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിലാണ് എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ ചോദ്യം വരുന്നു, ആ അമ്മയുടെ ഗർഭത്തിൽ പതിക്കുന്നതിന് മുമ്പ് നീ എവിടെയായിരുന്നു? എത്രയോ അച്ഛൻ അമ്മമാർ നമുക്ക് മുന്നേ നമ്മളെ വിട്ടുപോയി. കഴിഞ്ഞ ജന്മത്തിലെ അച്ഛൻ, ഈ ജന്മത്തിലെ മകൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം 85 ലക്ഷം ജന്മങ്ങൾ എടുത്താണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. പുല്ലായും പൂവായും മാനായും മരമായും ജ്ഞാനപ്പാനയിൽ പറയുന്നില്ലേ? അപ്പോൾ ഈ അമ്മയുടെ ഗർഭത്തിലോട്ട് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു? ചോദ്യം. എവിടെയായിരുന്നു? ഞാൻ എന്റെ അച്ഛന്റെ രക്തത്തിലായിരുന്നു, അല്ലേ? അപ്പോൾ ഞാൻ എന്റെ അച്ഛന്റെ രക്തത്തിലായിരുന്നപ്പോൾ അതിനു മുൻപ് ചോദ്യം വരുന്നു, ഈ അച്ഛന്റെ രക്തത്തിൽ നീ വരുന്നതിന് മുൻപ് നീ എവിടെയായിരുന്നു? മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഉടനെ ഉത്തരം വരുന്നു, ആ അച്ഛൻ കഴിച്ച ധാന്യങ്ങളിൽ നിന്നുമാണ് ആ ബീജം ആ രക്തത്തിലൂടെ അമ്മയിലോട്ടെത്തിയത്. അപ്പോൾ ആ ധാന്യം എവിടെ നിന്നുണ്ടായി? എവിടെ? നമ്മുടെ കേരളത്തിലില്ല. ആന്ധ്ര, കർണാടക, തമിഴ്നാട് അപ്പുറയുള്ള സ്ഥലങ്ങളിലെ കർഷകന്മാർ ഒരു പൊടി നേരം ഒരിച്ചിരി വെയിൽ പോലും കളയാതെ മുഴുവൻ ആ വെയിലും പിടിച്ച് അവന്റെ കൃഷിസ്ഥലങ്ങളിൽ നട്ടു വളർത്തുന്ന ധാന്യങ്ങൾ, ആ ധാന്യങ്ങളിൽ ഈ പ്രപഞ്ചത്തിലെ സർവ്വസവിതാവായ സൂര്യന്റെ ആ പ്രകാശം ചെല്ലുമ്പോൾ, ആ ജലദേവത അനുഗ്രഹിക്കുമ്പോൾ, അതിൽ നിന്നും മുളയ്ക്കുന്ന വിത്തിൽ നിന്നുണ്ടാകുന്ന ധാന്യം കഴിച്ചപ്പോൾ ഞാൻ എന്റെ അച്ഛന്റെ ചോരയിൽ വന്നു, അല്ലേ? അപ്പൊ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ എവിടായിരുന്നു? ഈ പ്രപഞ്ചത്തിലെ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നല്ലേ ഞാൻ വന്നത് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. നമ്മുടെ ഋഷീശ്വരന്മാർ ആദ്യമേ കണ്ടുപിടിച്ചു വെച്ചു. അവർ സയന്റിസ്റ്റുകളാണ്. അവരന്വേഷിച്ചു കൊണ്ടേയിരുന്നു, ഞാൻ ഈ ശരീരം എവിടെ നിന്ന് വന്നു? ഈ ശരീരം അവിടെ എല്ലാം കണക്കുകളാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. 0 = 0 മാത്തമാറ്റിക്സ് പഠിക്കുന്നു, കണക്ക് പഠിക്കുന്നു. എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ അതിൽ നിന്നും എന്തെങ്കിലും ഒന്നുണ്ടാകൂ എന്ന് നമ്മളെ ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു, അല്ലേ? അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും, ആരാണ് പഞ്ചഭൂതം? ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും എന്റെ ഈ ശരീരം വന്നപ്പോൾ ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്ന ഈ ശരീരം തിരികെ എങ്ങോട്ട് പോകുന്നു? അത് നമ്മുടെ സംസ്കാര കർമ്മങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. പഞ്ചഭൂതത്തിൽ നിന്നും വന്ന ഈ ശരീരത്തിനെ നമ്മൾ പഞ്ചഭൂതത്തിലോട്ടാണ് വിടുന്നത്, അല്ലേ?
അപ്പോൾ ഈ ശരീരത്തില് പഞ്ചഭൂതങ്ങളിൽ നിന്നും വന്ന ഈ ശരീരം പഞ്ചഭൂതങ്ങളിലോട്ട് തിരികെ പോകുമ്പോൾ ആ ഭഗവാനിൽ നിന്നും വന്ന ചൈതന്യം ആ ഭഗവാനിലോട്ട് തിരികെ പോകുന്നു. എന്തുകൊണ്ട് പോകുന്നു? ഇവിടെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അളവനുസരിച്ച് നമുക്ക് അടുത്ത ജന്മത്തിലോട്ട് പോകുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലേ? അപ്പോൾ ഉപനിഷത്തുകൾ എന്തിന് അതുപോലെ തന്നെ 41 ദിവസത്തെ നമ്മൾ കേരളത്തിലെ ഭഗവാൻ അയ്യപ്പ സ്വാമി, അല്ലേ? ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ആ അയ്യപ്പ സ്വാമി, അല്ലെ, കലിയുഗ വരദനായ ആ അയ്യപ്പ സ്വാമിയുടെ സന്നിധിയിലോട്ട് 41 ദിവസത്തെ വ്രതമെടുത്ത് രുദ്രാക്ഷവും ധരിച്ച് 18 മലയും ചവിട്ടി, അല്ലെ, 18 പടിയും കയറി ആ സന്നിധാനത്തിലോട്ട് ചെല്ലുമ്പോൾ അവിടെ എന്തെഴുതി വെച്ചിരിക്കുന്നു? മന്ത്രം തത്വമസി, നീ തന്നെയാണ് ഞാൻ, ഞാൻ തന്നെയാണ് നീ, അല്ലെ എന്ന് വ്രതമെടുക്കാൻ ആരംഭിക്കുന്നു. അന്ന് എന്റെ പേര് സ്വാമി, അമ്മ വരെ ആ സ്വാമിയെ സ്വാമി എന്ന് വിളിക്കുന്നു. അവിടെ തൊഴുവാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ അകത്തിരിക്കുന്നു ഞാനും സ്വാമി നീയും സ്വാമി, അല്ലേ? ഈ ഉപനിഷത്ത് മന്ത്രം എവിടെ എഴുതി തന്നു? അഹം ബ്രഹ്മാസി, ഞാൻ ഈ പ്രപഞ്ചത്തിലെ ഞാൻ തന്നെയാണ്, ആ ഞാൻ തന്നെയാണ് നീയും, അല്ലെ? നമ്മുടെ ഭരണഘടനയിൽ ആദ്യത്തെ എഴുതിയിരിക്കുന്ന മന്ത്രം എന്താ? സത്യമേവ ജയതേ ഞാൻ, അല്ലെ? അപ്പോൾ ഇങ്ങനെ ഉപനിഷത്തുകൾ നമുക്ക് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് നമുക്ക് എന്നിട്ടും മനസ്സിലാകാതെ വന്നപ്പോൾ നമുക്ക് പുരാണങ്ങൾ 18 പുരാണങ്ങൾ പറഞ്ഞു തന്നു, ഉപപുരാണങ്ങൾ പറഞ്ഞു തന്നു. പക്ഷെ സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ പെട്ടെന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു അറിവ് നമ്മളിൽ ഉണ്ടാകാൻ ഒരു ചെറിയ കാര്യം കൂടി. ഇത് ക്ഷേത്രം, അല്ലേ? എന്താണ് ക്ഷേത്രം? അതറിയണ്ടേ? എന്തിനാണ് നമ്മൾ ക്ഷേത്രത്തിൽ വരുന്നത്? ക്ഷയാത് ത്രായതേ ഇത് ക്ഷേത്ര, അല്ലേ? ക്ഷയത്തിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യിക്കുന്നത് എന്തോ അതാണ് ക്ഷേത്രം. അപ്പോൾ എന്തൊക്കെയാണ് ക്ഷയങ്ങളുള്ളത്? നമുക്ക് ക്ഷയം എന്ന് പറഞ്ഞാൽ അസുഖമാകാം, ധനമാകാം, അറിവാകാം, വിദ്യയാകാം, അല്ലേ? ഇങ്ങനെ 3 തരം ദുഃഖങ്ങൾ നമുക്കുണ്ട്. ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം. ഇങ്ങനെയുള്ള ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യിക്കുന്നതാണ് ക്ഷേത്രം. ഞാൻ പെട്ടെന്ന് പറയുകയാണ്, സമയമില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എന്താണ് ക്ഷേത്രം എന്ന് നമ്മളോട് നമ്മുടെ മറ്റാൾക്കാർ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ട് നിങ്ങൾ കല്ലിനെ പൂജിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ബഹുദൈവങ്ങളെ പൂജിക്കുന്നു? ആദ്യമേ ഞാൻ പറഞ്ഞു, ആകാശേ പതിതം തോയം യഥാ ഗച്ഛതി സാഗരേ സർവദേവ നമസ്കാരം കേശവം ഗതി പറഞ്ഞു കൊടുത്തില്ലേ? ആ ശ്ലോകം പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾക്ക് പല ദൈവങ്ങളുണ്ടെങ്കിലും എല്ലാത്തിൽ കൂടെ ഞങ്ങൾ ഒന്നിനെയാണ് കാണുന്നത്, ഒരു പരബ്രഹ്മമേ ഞങ്ങൾക്കുമുള്ളൂ, അല്ലേ? അതുപോലെ തന്നെ ക്ഷേത്രം എന്താണ്? ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഒരു വീട്ടിലെ ഒരു വീട് പണിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ആദ്യം ഒരു എഞ്ചിനീയറിനെ കൊണ്ട് ഒരു പ്ലാൻ വരപ്പിക്കത്തില്ലേ? ആ പ്ലാൻ പ്രകാരമല്ലേ ആ വീടിന്റെ അടുക്കള എവിടെ വരണം, സിറ്റ് ഔട്ട് എവിടെ വരണം, ബെഡ്റൂം എവിടെ വരണം, മുറ്റത്ത് എന്തെല്ലാം ഡെക്കറേഷൻ എന്തെല്ലാം നമ്മൾ ചെയ്യണം. ഇതൊക്കെ ഈ സൃഷ്ടി ആദ്യം എവിടെ ആരംഭിക്കുന്നു? ഇവിടെ, ഈ മനസ്സിൽ. ആ സൃഷ്ടിയെ നമ്മൾ പേപ്പറിലാക്കുന്നു, ആ പ്രകാരം നമ്മൾ അതിനെ സൃഷ്ടിക്കുന്നു, പണിയുന്നു, അല്ലേ? അപ്പോൾ ഈ ക്ഷേത്രം എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ യോഗാവസ്ഥയിലുള്ള ഒരു മനുഷ്യ ശരീരത്തിന്റെ മാതൃകയിലാണ് ഒരു ക്ഷേത്രത്തെ നിർമ്മിക്കുന്നത്. ഒരു മനുഷ്യ ശരീരമാണ്, അമ്മയുടെ ശരീരമാണ് ആ ക്ഷേത്രം. അറിയണ്ടേ നമ്മൾ? ആ ക്ഷേത്രത്തില് സംസ്കൃതത്തിൽ ആ ശ്ലോകം ആചാര്യന്മാർ എഴുതി നമുക്ക് പകർന്നു തന്നു. എന്താണ്? ഗർഭഗൃഹ ശിരോപ്രോക്തം അന്തരാളം മുഖം തഥാ സുഹാസനം ഗളച്ചൈവ ബാഹുചൈവാർത്ഥമണ്ഡപം മഹാമണ്ഡപം കുഷ്യസാൽ പ്രാകാരം ജാനുജംഗയോഗാൽ
ഗോപുരം ക്ഷേത്ര പാതാലിത്യ ക്ഷേത്രം. ഇതാണ് ക്ഷേത്രം. മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ട് ക്ഷേത്രത്തിലെ ചെരുപ്പിട്ട് കയറരുതെന്ന് നമ്മളോട് നമ്മുടെ ഋഷീശ്വരന്മാർ, പൂർവിക ആചാര്യന്മാർ എന്തുകൊണ്ട് പറഞ്ഞു? അത് നമ്മുടെ ഭഗവാനാണ്. ആ ഭഗവാന്റെ പാദമാണ് ഗോപുരം. ആ ഗോപുരത്തിന് വെളിയിൽ നിന്റെ പാദരക്ഷ ഉപേക്ഷിച്ച് അകത്തോട്ട് കയറൂ. ഗർഭഗൃഹം. എന്താണ് ഗർഭഗൃഹം? ആ ഭഗവതി, ആ അമ്മയെ അവിടെ ആ കൃഷ്ണശിലയില് ആ അമ്മയുടെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ആ തന്ത്രി തന്റെ ജീവനെ അതിൽ ജീവൻ പകർന്ന് ആ വെച്ചിരിക്കുന്ന ആ അമ്മയുടെ വിഗ്രഹമുണ്ടല്ലോ, ആ വിഗ്രഹം ഇരിക്കുന്നത് എവിടെയാണ്? ഗർഭഗൃഹത്തിലാണ്. ആ ക്ഷേത്രത്തിന്റെ തലയാണ്, ശിരസാണ് ഗർഭഗൃഹം. ആ ഗർഭഗൃഹ ശിരോപ്രോക്തം. ആ ഗർഭഗൃഹം ആ അമ്മ മഹാദേവിയുടെ ശിരസാണ്. അതിനുള്ളിലിരിക്കുന്ന ആ വിഗ്രഹം ആ ദേവിയുടെ മുഖമാണ്. ഗർഭഗൃഹ ശിരോപ്രോക്തം അന്തരാളം മുഖം തഥ സുഖാസനം ഗളച്ചൈവ. ആ ഇറങ്ങി വരുന്ന പടിക്കെട്ടുകൾ അമ്മയുടെ കഴുത്താണ്. അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ ക്ഷേത്രങ്ങളിലെ വലിയ ക്ഷേത്രങ്ങൾ ശ്രദ്ധിക്കണല്ലോ, ഒരു മണ്ഡപമുണ്ട്. മഹാമണ്ഡപം കുറ്റത്താൽ പ്രാകാരം ജാനുജംഗയോഗാൽ കൈകാലുകള് കണങ്കാലുകള്. അവസാനം ഇറങ്ങി വരുന്ന ആ ഗോപുരമം ദേവന്റെ പാദമാണ്. ആ ക്ഷേത്രത്തിൽ പോയാൽ നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ ആ ക്ഷേത്രത്തിലോട്ട് ചെല്ലുന്നു, ഭഗവാന്റെ നട. ഇപ്പോഴെല്ലാരും ഓടിപ്പോയൊരു കോടാലി നമസ്കാരം അടിച്ചിട്ട് ഭഗവാനെ രക്ഷിച്ച് ആ ഭഗവാന്റെ ചൈതന്യം അതിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ നമ്മൾ റീചാർജ് ചെയ്യൂല. റീചാർജ് പറഞ്ഞാൽ ഇതല്ല, അതിന്റെ കണക്ഷൻ. ഇത് ചാർജ് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കുത്തിയിട്ട് ചാർജ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ചാർജ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് കുത്തിയിട്ട് കൊടുക്കും, അല്ലെ? അതേപോലെ ക്ഷേത്രം, ആ ക്ഷേത്രം ഇവിടെയാണ്. നമ്മുടെ ക്ഷേത്രം നമ്മുടെ ഉള്ളിലാണ്, അല്ലേ? ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ നടന്നു. അവിടെയുമില്ലിവിടെയുമില്ല ഈശ്വരൻ, വിജനമായ പൂവിലുമില്ലി. ഈശ്വരനെ തേടി തേടി നടന്നു. എത്ര സുന്ദരമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ ആ ഈശ്വരനെ എല്ലായിടവും തേടി, എങ്ങും ഈശ്വരനെ കണ്ടില്ല. അവസാനമെന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, അവിടമാണ് ഈശ്വര സന്നിധാനം. നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ ഭഗവാൻ, നമ്മുടെ ചൈതന്യം. അതാണ്